300 രൂപയാണ് കേട്ടോ ഈ ബാഗിൻ്റെ വില. ദില്ലിയിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്, ലോട്ടസ് ടെമ്പിൾ റോഡിൽ എത്തിയിരിക്കുക. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊക്കെ കുറവാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ബൈ റൂട്ട് വല്ലതും ആയിരിക്കും, അതായിരിക്കും അവിടെ ഇത്രയും തിരക്ക് കുറവ്. അപ്പോൾ സൈഡിൽ ഈ കച്ചവടക്കാരെല്ലാം കച്ചവടം ചെയ്തിട്ട് റോഡിൻ്റെ സൈഡിലിട്ടേക്കാണ്. വേസ്റ്റ് ഒന്നും പോലും വേണ്ടിയിട്ടില്ല, വൃത്തിയൊന്നുമില്ല. റോഡിൻ്റെ സൈഡിൽ കച്ചവടം ചെയ്യുന്നവന്മാർ ഇതൊന്നും വൃത്തിയാക്കില്ല, അത് അവിടെ കളഞ്ഞിട്ട് എപ്പോഴേ അങ്ങ് പോകും. ഇതാണ് ലോട്ടസ് ടെമ്പിൾ. ഈ സൈഡിലാണ് ലോട്ടസ് ടെമ്പിൾ. ലെഫ്റ്റ് സൈഡിലാണ് ലോട്ടസ് ടെമ്പിൾ. ഈ ഒരു നമ്മൾ ഇതിനകത്തൂടെയാണ്, അകത്ത് ഈ റോഡിൽ കൂടെ കറങ്ങിയാണ് അപ്പുറത്ത് ഇറങ്ങണം, എന്നിട്ട് അതിനകത്തൂടെ കയറി പോകണം. ലോട്ടസ് ടെമ്പിൾ റോഡാണ്. ഇവിടെ എത്തിയപ്പം വലിയ ട്രാഫിക് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ വണ്ടി ഇടുക, നേരെ അകത്ത് പോകണം, ആണ് പരിപാടി. ഓ ബെൻസ് ഗൈസ്, അടച്ചു ഗൈസ്. കണ്ടില്ലേ സംഭവം കാണാൻ പറ്റുന്നില്ലല്ലോ. സംഭവം ആ സൈഡിലാണ് ലോട്ടസ് ടെമ്പിൾ. ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇത് ക്ലോസ് ചെയ്തേക്കാണ്. കണ്ടോ, ആണ് ലോട്ടസ് ടെമ്പിൾ. കണ്ടോ, ടൈമിംഗ് എല്ലാം കഴിഞ്ഞു. 8:30 മുതൽ 6 അങ്ങനെയാണ് ടൈമിങ്. എന്തായാലും ഇവിടെ വരെ എത്തി. അപ്പം നമ്മൾ നേരെ ഇനി അതിൻ്റെ ഒരു ബാക്ക് സൈഡിലുണ്ട്, അവിടെ പോയാൽ ചുവന് കാണാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത്. കേട്ടോ, ലോട്ടസ് ടെമ്പിൾ ആ സൈഡിലാണ്. നമ്മൾ ലേറ്റായിപ്പോയി, കാരണം നമ്മൾ ഹരിയാനയിൽ നിന്നാണ് നമ്മൾ നേരെ ദില്ലിയിലെത്തിയത്. ദില്ലിയിലെത്തിയപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ടയേർഡായിപ്പോയി. അതുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയ ലേറ്റായിപ്പോയത്. അങ്ങനെ കുത്തബ് മിനാർ, അങ്ങനെ ലോട്ടസ് ടെമ്പിൾ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ നോക്കി വെച്ചിരുന്ന സ്ഥലം ഇതായിരുന്നു. പക്ഷേ ഇതാ കണ്ടോ, അവിടെയാണ് ഭയങ്കര സെക്യൂരിറ്റിയാണ്. നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ നിശബ്ദത പാലിക്കണം, അങ്ങനെയുള്ളതൊക്കെയാണ്. കണ്ടോ, ജസ്റ്റ് ഫോട്ടോ ആണെങ്കിൽ എടുക്കാമെന്നാണ് പറയുന്നത്. ഇത് താല്പര്യമില്ല, നമ്മൾ അകത്ത് കയറി ഫോട്ടോ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത്. ലോട്ടസ് ടെമ്പിളിൻ്റെ അവിടെ അത് കണ്ടില്ലേ, നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഈ ഗേറ്റിൻ്റെ അകത്താണ്. ഗേറ്റല്ല, ഈ ഒരു മതിലിൻ്റെ അകത്താണ് ലോട്ടസ് ടെമ്പിളിൻ്റെ ഉൾഭാഗം. അപ്പം നമ്മളെത്തിയപ്പോൾ ടൈമിംഗ് വളരെ മോശമായിപ്പോയി, കാരണം ലൈറ്റായിപ്പോയി. നല്ല റോഡ് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റിയില്ല. അപ്പം ക്ലോസ് ചെയ്തു. 6:30 വരെയൊക്കെ ഉള്ളൂ ടൈമിങ്. കണ്ടോ, ആ വെട്ടം കാണുന്നുണ്ടോ? കണ്ടില്ലേ, കുഞ്ഞു വെട്ടം. ഇതിനകത്താണ് കേട്ടോ ലോട്ടസ് ടെമ്പിൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ വരാൻ പറ്റുവാണെങ്കിൽ നേരത്തെ വന്ന് നമുക്ക് അടുത്ത വട്ടം ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിനകത്ത് കയറിയിട്ട് കണ്ടോ, ഇവിടെ ലേഡിയാണ് വണ്ടി ഓടിക്കുന്നത്. കണ്ടോ, കുറേ ഓട്ടോ ടൈപ്പ് കൊച്ചു കൊച്ചു ഓട്ടോകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. കണ്ടോ, സെറ്റപ്പ്. ഇവിടെ കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. ഇത് മാർക്കറ്റല്ല, മറ്റേ വഴിയോര കച്ചവടക്കാർ കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം ഒതുക്കുവാണ് അവർ. പരിപാടിയെല്ലാം കഴിഞ്ഞല്ലോ. നൈറ്റ് ഫുഡ്, നൈറ്റ് ഫുഡിൻ്റെ പരിപാടി കേട്ടോ. അവിടെ നൈറ്റ് ഫുഡ് ഉണ്ട്, അതിൻ്റെ സെറ്റപ്പായിരിക്കും. നമ്മൾ വന്ന ഓട്ടോയാണിത്, ഡൽഹിയിലെ CNG ഓടുന്ന വണ്ടിയാണ്. കിടില ഓട്ടോയാണ് കണ്ടില്ലേ. നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ് ആ ഓട്ടോയിൽ. വേണ്ട, സൂപ്പർ. പുള്ളി നല്ല വ്യത്യാസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഇതിനകത്തിരിക്കുമ്പോൾ നല്ല ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് വെച്ചിരിക്കുന്നൊരു ഫീലിങ്സാണ്. നല്ല രസമുണ്ട്.
ഇതാണ് നെഹ്റു പ്ലേസ് മെട്രോ സ്റ്റേഷൻ. നെഹ്റു പ്ലേസ് മെട്രോ സ്റ്റേഷനാണിത്. സംഭവം നമ്മുടെ ലുലു മാളിനൊക്കെയാണ് ഇരിക്കുന്നത്. ദില്ലിയിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത സാധനമൊന്നുമില്ല, എല്ലാ ഐറ്റവും ഉണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ദില്ലിയിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. ഇതാണ് ലോകമാണ് ഗൈസ്, ലോകമാണ്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, അതിൻ്റെ എല്ലാം ഈ റിപ്പയറിങ് വേണ്ടവർക്ക് അത് മേടിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കാം. നമ്മൾ ഈ ഒരു ബാഗിൻ്റെ വിലയാണ് നോക്കിയത് കേട്ടോ. ഈ ബാഗിന് 300 രൂപയാണ് കേട്ടോ ഈ ബാഗിൻ്റെ വില. ഉണ്ടോ? ഐഫോണിൻ്റെ കവർ മേടിച്ചിരുന്നു. സിലിക്കോൺ കേസിന് 150 രൂപയാണ് വില. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു സാധനമാണ് മേടിച്ചത്. അതിന് 250 രൂപയാണ് പറഞ്ഞത്. നമുക്ക് 200 രൂപയ്ക്ക് സാധനം കിട്ടി. അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. നിങ്ങൾ ലാഭമാണ്. ദില്ലിയിൽ വന്നപ്പോൾ നമുക്കത് ലാഭത്തിന് മേടിച്ചു. ഈ ഒരു ബാഗ് നമ്മൾ മേടിച്ചാണ് 300 രൂപയ്ക്കാണ് മേടിച്ചത്. ഈ ഒരു ബാഗ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പേരാണ് നെഹ്റു പ്ലേസ് എന്ന് പറയും കേട്ടോ. ഇത് ഇഷ്ടംപോലെ സാധനമുണ്ട്. നിങ്ങൾ ന്യൂദില്ലിയിൽ വരുന്നവർ പിന്നെ നിങ്ങളിവിടെ കയറുക, നെഹ്റു പ്ലേസിൽ വരിക. വന്നിട്ട് ഇവിടുന്ന് നിങ്ങൾ സാധനങ്ങൾ മേടിക്കുക. ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടുന്ന് മേടിക്കുക. എന്തെങ്കിലും സർവീസ് ചെയ്യാനുള്ളവരൊക്കെ ഇവിടെ സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടുന്ന് വന്ന് സാധനങ്ങൾ മേടിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ഇഷ്ടംപോലെ ആൾക്കാർ വന്നും പോയി നിൽക്കുന്ന സ്ഥലമാണ്. ലാഭത്തിന് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും. പിന്നെ ലാപ്ടോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞെങ്കിലും ലാപ്ടോപ്പ് ഇവിടെ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ പിന്നെ തിരിച്ച് ഇവിടെ വരെ വരേണ്ടി വരും. അതുകൊണ്ട് അതും സൂക്ഷിക്കുക. അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് വെക്കാം കേട്ടോ. എല്ലാം ഡ്യൂപ്ലിക്കേറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ചൈനയിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ കാണും ഇവിടെ. ഒന്നും പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ ലോട്ടസ് ടെമ്പിളിൻ്റെ അവിടുന്ന്, ലോട്ടസ് ടെമ്പിളിൽ ആ റോഡിലാണ് ഈ ഒരു നെഹ്റു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നെഹ്റു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയും. ബഡാവാല ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ. സിലിക്കോണിൻ്റെ കവർ കേരളത്തിൽ 400-500 രൂപയ്ക്കാണ്. ഇവിടെ 150 രൂപയേ ഉള്ളൂ. ഐഫോൺ ഈ ഒരു ബാഗിൻ്റെ കേരളത്തിലെ വില എന്ന് പറഞ്ഞത് 1000, 1200, 1200 റേറ്റ് ആയിരിക്കും വരുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു 300 രൂപയ്ക്കാണ് ഈ ഒരു ബാഗ് മേടിച്ചത് കേട്ടോ. പിന്നെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഹൈ ക്വാളിറ്റിയുള്ള പൈസ കൊടുത്ത് മേടിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളവർ അങ്ങനെ മേടിക്കുക. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അത്യാവശ്യം നെഹ്റു ഷോപ്പിംഗ് കോംപ്ലക്സ് അത് നോക്കുക. ദില്ലി വരുന്നവർ അത് നോക്കുക. ഓക്കെ. കാരണം നമ്മളെ ഓട്ടോ ആ ചേട്ടൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് അറിഞ്ഞത്. അല്ലെങ്കിൽ നമ്മളറിയില്ല അത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണേ.